അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ബാബുർ റജാ, അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കണേ എന്ന ബാബ്. അതിൽ 433 ഹദീസായിട്ട് വിവരിക്കുകയാണ്. ഈ ഹദീസിൽ എന്തായിട്ട് ചൊല്ലുക പോണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു മുഅ്മിനായ മനുഷ്യരെ അവൻ്റെ കൊല്ല അടുപ്പിച്ച് അള്ളാഹു തആല അവൻ്റെ ദോഷങ്ങളെല്ലാം അവൻ്റെ സമ്മതിപ്പാട്ടുണ്ട്. അവൻ്റെ അവനാക്കിയ തപ്പിട അവൻ്റെ കൊണ്ടിട്ട് അത് ഒക്കും ചൊന്ന് അവൻ ഒപ്പിയല്ലേ. അവൻ ചൊല്ലാതെ പടച്ചവനെ ശരി, ഞാൻ ഇങ്ങനത്തെ ദോഷങ്ങളിലാക്കില്ല. അപ്പം അള്ളാഹു താല ചൊല്ല, അത് കേൾക്കണേ, നീ ഇങ്ങനത്തെ ദോഷമാക്കിയിട്ടില്ല, എനിക്ക് നിനപ്പില്ലേ. അപ്പം അല്ല അവൻ സമ്മതിക്ക. അപ്പോൾ അള്ളാഹു താല ചൊല്ല, ദുനിയാവിൽ ഞാൻ എനിക്ക് മറച്ചു വെച്ചില്ല, ഇതാ ഇപ്പോഴും നിൽക്ക് ഞാനത് പുറത്ത് തൻ്റെ ചെന്നിട്ട് അള്ളാഹു താല അവൻ്റെ നല്ലതിരെ ഹസനാത്ത് അവനക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പം അള്ളാഹു അടിയങ്ങോലട്ടി എത്ര കരുണയുള്ളവൻ, എത്ര കൃപയുള്ളവൻ. അപ്പോൾ ദുനിയാവെല്ലാം മറച്ചു വെച്ചില്ലേ. അപ്പം ഞങ്ങൾ ചെയ്ത തപ്പുകൾ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് ഗൊന്തില്ലണ്ടിക്കോ ആറും അറിഞ്ഞിട്ടിക്കല്ല. എന്നാൽ ഞങ്ങളത് ചൊല്ലുകും തീരാം. അള്ളാഹ് മറച്ചു വെച്ചില്ലേ. ഞങ്ങളിൽ നിന്നൊരു തപ്പ് സംഭവിച്ചെങ്കിൽ അതിനെ ഞങ്ങൾ മറച്ചു വെക്കാം. നക്കെന്തു ഏസിക്കില്ല, ഞാനെല്ലാവരുടെ ചൊല്ലേമേ, ഞാൻ നക്കതിലെന്തു നാണക്കേടില്ല എന്നിട്ട് ചില ആൾമാർ ചൊല്ലാറ്. അങ്ങനെ തീരാം. ദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടായിപ്പോവാം. അത് അള്ളാഹുടെ തോപ ചെയ്ത് മടങ്ങിയാൽ മതി. അത് മനുഷ്യന്മാരായിട്ട് ചൊല്ലാൻ പറ്റില്ല. എന്നാൽ അത് ചില ആൾമാർ അങ്ങനെ നടക്കലുണ്ട്. അത് ശരിയല്ല. എന്താ ചെന്നെങ്കിൽ നീ ആക്കിയ തപ്പുടെ അള്ളാഹുക്ക് പബ്ലിക്കാക്ക് തീരാത്തത് കൊണ്ടല്ല. ചിലതൊക്കെ പബ്ലിക്കാവില്ലേ, എത്രയോ പബ്ലിക് ആവാത്തതും ഇല്ലേ. അപ്പം പബ്ലിക് ആവാത്തത് എന്നുള്ളത് അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. അങ്ങനെ മറച്ചു വെച്ചതായിട്ട് എന്നിട്ട് നാലാലട്ട് നീ എത്ര ചൊന്നു നടക്കലേവാ. അപ്പം പിന്നെ ആഖിറത്തിൽ അങ്ങനെ പുറത്തു കിട്ടും. അപ്പം അള്ളാഹു താല ചൊല്ലുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഹദീസിൽ നമുക്ക് എടുക്കാം. അള്ളാഹു താല അവൻ്റെ മറ അഡ്ഡ ചെന്നെങ്കിൽ ഈ കനഫും ചൊല്ലും. അള്ളാഹു അവൻ്റെ അതാർക്കും ഗൊന്താവാത്ത പോലെ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ കയ്യിലൊരു മൊബൈലുണ്ട്, സങ്കല്പമാക്കും. ഇതിലൊരു മൊബൈലുണ്ട് വെക്കാം. ഇതൊക്കെ ഞാൻ നെറ്റ് റീചാർജ് ആക്കില്ല, ഈക്ക് റീചാർജ് ആക്കിയിട്ടില്ല. എന്നാൽ ഇതിൽ നെറ്റ് ഓൺ ആക്കിയെങ്കിൽ ഈക്കെല്ലാ ബണ്ട് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ വേണം. ഇതിൽ മുട്ടത്തുള്ള ഈ മൊബൈലിക്ക് ബണ്ടില്ല. അതിക്കെന്താ നെറ്റ് വേറെ കലക്ഷൻ വൈഫാകും തീർത്തേ മാത്രം വണ്ടില്ല. അപ്പം ഇതൊക്കെ നെറ്റ് ഓൺ ആക്കിയെങ്കിൽ ഇതൊക്കെ ബണ്ട്, ഇതൊക്കെ ഓൺ ആക്കിയില്ലെങ്കിൽ ബണ്ടില്ല. പക്ഷെ ബണ്ടതൊന്നും ഞങ്ങൾ കണ്ണത് കാണുമില്ല. ഇതൊക്കെ ഒരു ദുനിയാവുടെ നിയമമായിട്ടിരിക്കും. ഞാൻ ഇത് മനസ്സിലാക്കി വെച്ചോണ്ടേ ആഖിറത്തിൽ അള്ളാഹു താലയുടെ സിസ്റ്റം എല്ലാം ഇങ്ങനെ ചൊല്ലുമ്പോൾ, അള്ളാഹു അവൻ്റെ കനഫിടെ വെക്കിടാൻ ചൊല്ലുമ്പോൾ, അവിടെ ഒരു മറ അള്ളാഹു താല വെക്കിടാൻ ചൊല്ലുമ്പോഴത്തേക്ക് അതിങ്ങനത്തെ ബിരി അല്ലെങ്കിൽ ഒരു അഡ്ഡ ഒരു റൂമുക്ക് വിളിച്ചോയിട്ട് കൊണ്ടിട്ടുള്ളത് അങ്ങനെ എന്തോ ആലോചനാക്കണ്ട. അള്ളാഹു അവിടുത്തെ സിസ്റ്റം വേറെ ഏറ്റിക്കിട്. സംഭവം മനസ്സിലാക്കിയമേ, അത് മനസ്സിലാക്കുക ചൊല്ലി. എത്രയോ കാര്യങ്ങൾ ദുനിയാവിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ആഖിറത്തെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറേ ആഖിറത്തെ വിഷയങ്ങളൊക്കെ ചൊല്ലുമ്പോൾ പല ആൾമാരൊക്കെ തിരിച്ച് ചോദ്യമല്ലേ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അത് ഉൾക്കൊള്ളുകയില്ല. എങ്ങനെ ഏറ്റിക്കിട് ഖബറില്ലാതാവ്. അപ്പോൾ ഏറ്റിക്കിട് ഇതുപോലത്തെ സിസ്റ്റം വേണ്ടേ, ഓൺലൈൻ സിസ്റ്റം അല്ലേ. എത്രയോ ദൂരത്തുള്ള ആളെ കാണുകയുള്ളൂ, പലക്കറിയൊക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യക്ക് കണ്ടുപിടിച്ച് ഇങ്ങനെല്ലാം ആക്കുക ആവുള്ളൂ കണ്ടെങ്കിൽ ആഖിറം എന്നുള്ള ലോകത്തെ സിസ്റ്റം വേറെ ആയിട്ടിരിക്കുക. അവിടുത്തെ വെളിച്ചവും അവിടുത്തെ ഇൻ്റർനെറ്റും അവിടെ നെറ്റ്വർക്കും അതൊക്കെ ഇബാദത്തിന് മേലെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഹദീസിലേക്ക് പോവാം. അപ്പോൾ അള്ളാഹു അടിമകളൊട്ടി വല്ലാത്ത കരുണയുള്ളവണ് എന്നർത്ഥം. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, യുദ്നൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ മുഅ്മിനെ അടുപ്പിക്കപ്പെടും. മിർ റബ്ബി, അവൻ്റെ റബ്ബിനെ കൊല്ല അടുപ്പിക്കപ്പെടും. റബ്ബിയുടെ മുട്ടവിടം. മുട്ടവിടം ചെന്നെങ്കിൽ അള്ളാഹ് ദൂരത്തുള്ള എന്ന അർത്ഥത്തിലും അല്ല. പിന്നെ അതായത് അള്ളാഹുടെ കൊല്ലെ അള്ളാഹു അവൻ്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. ഹത്തായ കനഫഹു അലൈഹി, അള്ളാഹു അവൻ്റെ ബിരിയുടെ അവൻ്റെ മേലെ വെക്കണം. കനഫും ചെന്നെങ്കിൽ ഒരു ബിരി എന്നർത്ഥം. അതല്ലെങ്കിൽ അള്ളാഹുടെ റഹ്മത്ത് എന്നർത്ഥം. ബിരി റഹ്മത്ത് നിങ്ങൾ അഡ്ഡ എന്നായിട്ട്. അഡ്ഡ എന്നതിനർത്ഥം ഇത് ആർക്കും ബാക്കി മനുഷ്യന്മാർക്ക് ഗൊന്താവാത്തത് പോലെ. അപ്പോൾ അവിടെ ഇരിക്കലും ഞാൻ പഠിച്ചെന്ന് രണ്ട് മൊബൈലിൽ ഉദാഹരണം ചെന്നത്.
അത് ദുനിയാവിൽ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓണക്ക് അള്ളാഹു തല കനഫിടെ വെക്കട കനഫ് വന്നെങ്കിൽ അത് ബാക്കി ആർക്കും ഗൊന്താവാത്ത അപ്പോൾ ഓൺ മാത്രമായിട്ടിക്കടെ ഇവിടെ ഫയുക്കരുബിദുനൂബിഹി അവൻ്റെ ദോഷങ്ങളല്ല സമ്മതിപ്പിക്കും. എങ്ങനെത് ഫയക്കൂൽ അള്ളാഹ് പറയും അതരിഫ് ദമ്പ കഥ ഇന്നാലിന്ന ദോഷം എനിക്ക് ഗൊന്തുണ്ട, അതരിഫ് ദമ്പ കഥ ഇന്നാലിന്ന ദോഷാക്കിയത് എനിക്ക് ഗൊന്തുണ്ട്. ഫയക്കൂൽ റബ്ബി ആരിഫ് പച്ചോളൂ പടച്ചോ എനിക്ക് നെനപ്പുണ്ട് ഗൊന്തു കാൽ അപ്പം അല്ല ചൊല്ല ഫൈനി കത് സതർതുഹ അലൈക ഫി ദുനിയ ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചിട്ട് നിശ്ചയമായിട്ടും ഞാനത് ദുനിയാവിൽ മറച്ചു വെച്ചിട്ട് ആൾമാർക്ക് ഗൊന്താക്കിയിട്ടില്ല. വാനഗുഫിറുഹാലക്കല്യവും ഇന്നും നിൽക്കുന്നതാണ് പുറത്ത് തൻ്റെ ഫയൂത്ത സ്വഹീഫത്ത് ഹസനാത്ത് അവനാക്കിയ നല്ലതിരെ ഹസനാത്ത് അവനാക്കിയ നല്ലതിരെ സഹീഫത്ത് 7 അവൻ്റെ കയ്യിൽ നൽകപ്പുണ്ട്. മുത്തഫഖുൻ കനഫഹു സത്രുഹു റഹ്മത്തു കനഫിൻ്റെ അർത്ഥം അള്ളാഹുടെ റഹ്മത്ത് അത് അവിടെ അസത്ർ അഡ്ഡ ബിരി അതെന്താവില്ല ബാക്കി ഞങ്ങൾ ഗൊന്തല്ല എന്നാണ്. അത് അള്ളാഹു താല ഇട്ട് അതായത് ആൾമാരെതിരെ നാണം കെടുത്തില്ല കൊണ്ട് എന്നർത്ഥം അല്ലെ. ചില ദോഷങ്ങൾ അങ്ങനെയുണ്ട്, ചില തപ്പുകൾ അത് സംഭവിച്ച കുടുംബത്തെയും ഫാമിലിയുടെ ഇടയിൽ മര്യാദ പോണ്ടെങ്കിൽ ചിലത് മര്യാദ പോണ്ടില്ല, ചിലത് ആർക്കും ഗൊന്താവില്ല. അതൊക്കെ അള്ളാഹ് മറച്ചു വെക്കടേ. ആ മറച്ചു വെച്ചതിരെ പബ്ലിക് ആക്കോ നിൽക്കണ്ട, അള്ളാഹുടെ മാത്രം ചെന്നമീ അല്ലേ. ചില ദോഷങ്ങളിൽ അങ്ങനെ ആയിട്ടിക്കട അത് ആർക്കും ഗൊന്തായിട്ടിക്കില്ല, അല്ലെങ്കിൽ ഗൊന്തയും കൊഞ്ചുണ്ടാക്കി ആർത്താൽമാർ ഗൊന്താവില്ല. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ ചെയ്ത നക്ക് ചങ്ക്യമേ ഇല്ല, ഞാൻ ചൊല്ലിട്ടേ നാനാക്കിയത് ഞാൻ ചൊല്ലിട്ടേ നക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അങ്ങനെ വേണ്ട, അത് ആവശ്യമില്ല, അങ്ങനെ ചെയ്യുകത്തിയാണ്. അത് അള്ളാഹും ഇഷ്ടപ്പെടുന്ന. അപ്പം അള്ളനങ്ങൾ പുറത്ത് തറകാൻ നോക്കട്ടെ, അള്ളനങ്ങളെ സ്വർഗത്തെ തോട്ടാൻ നോക്കട്ടെ. അപ്പം അള്ളാഹു വെച്ചോട്ടെ ഞാനത് അവിടെ മറച്ചു വെച്ചിന് അത് ഇപ്പം നിൽക്കുന്ന മറച്ചു വെക്കണേ. അപ്പം അള്ളാഹു താല മറച്ചു വെച്ചും പിന്നെ അതിൽ പബ്ലിക് ആക്കും നിൽക്കണ്ട. പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിലോ ദോഷങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ അള്ളാഹുടെ ടീ 4 ചൊന്നു നടക്കണം. 4 ചൊന്നു നടക്കും പിന്നെ അള്ളാഹ് പുറത്തു വരും. ഖിയാമത്ത് നാളിൽ ഇങ്ങനത്തെ ഇത് കിട്ടുമോ? അപ്പോൾ അത് അള്ളാഹു താല ഇഷ്ടപ്പെടില്ല. ഏത് ചെയ്ത ദോഷങ്ങൾ ഒരിക്കലും ഏത് തപ്പും ഞങ്ങൾ പിന്നൊരാൾക്ക് ഞങ്ങാക്കിയത് ചൊന്നു കൊടുക്കണ്ട, നല്ലതിനെ മാത്രം ചൊന്നു കൊടുക്കുക. കാരണം കേട്ടതെല്ലാം മനുഷ്യൻ അനുകരിക്കലേ എന്നുള്ളത് മനുഷ്യരുണ്ട് അല്ലേ. അത്ര നല്ലവനെ അങ്ങനെ ആക്കിയുള്ളൂ പിന്നെ ഞാനാക്കി എന്തേണ്ട് ഇങ്ങനായിട്ടിട്ട് മനുഷ്യരെ ചിന്ത കൊണ്ട് അവനെ അങ്ങനെ ആക്കിയുള്ളൂ പിന്നെ ഞാനാക്കിയെങ്കിൽ എന്തേ. അപ്പോൾ അവൻ ദോഷം ചെയ്യുക എനിക്കിടെ. അപ്പോൾ ഒരു മനുഷ്യരുടെ തപ്പുണ്ട് നല്ലതുണ്ട്. തപ്പും മാത്രം ചൊന്നിട്ടുണ്ടെങ്കിൽ തപ്പ് അവിടെ ചൊന്നുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾമാർ അതിരെ പ്രവൃത്തി അതിൽ പിടിക്കും. തപ്പു ഇപ്പോൾ 10 തപ്പ് ചൊന്നാറും 90 നല്ലത് ചൊന്നാറും എന്നാൽ ആൾമാർ അനുകരിക്കരുത് ഈ തപ്പുടെ മാത്രം ഇട്ടിക്കുക. അതായിട്ടിക്കൂടെ മനുഷ്യന്മാരെ കൽവുകൾ കൂടുതൽ പിടിക്കുക. അതുകൊണ്ടിട്ട് തെറ്റായ കാര്യങ്ങൾ ചൊല്ലുകയോ പ്രചരിപ്പിക്കുകയോ നിൽക്കണം. അത് ആരാക്കിയെങ്കിലും അത്തരം എത്രമാത്രം മറച്ചു വെക്കടോ എത്രമാത്രം ഒണിപ്പാട്ടി വെക്കടോ അത്ര എല്ലാവർക്കും ഹൈർ. ഞങ്ങൾ പബ്ലിക്കാക്കിയ അവന് ചെയ്തവർ പബ്ലിക്കാക്കില്ല, ഞങ്ങൾ പബ്ലിക്കാക്കിയ ആൾമാർക്കെതിരെ അവൻ്റെ ദുനിയാവിൽ നാത്തിയാണ് നാ അവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടത് കാരണമായിട്ട്. അതേസമയത്ത് ചെയ്തവനെ അത് പബ്ലിക്കാക്കുമെങ്കിലോ അത് വലിയ ദോഷമായിട്ട്. അള്ളാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും ഇസ്സത്തിലും സലാമത്തിലാക്കട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.